കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ്. എൻ്റെ അറിവ് 162ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 161 ക്ലാസ്സുകളിലും ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രിയിലും കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇത് ആരംഭിച്ചിട്ട് 2023 ജാനുവരി മാസം 23-ാം തീയതിയാണ് ഇപ്രകാരം ഒരു ക്ലാസ് നമ്മൾ ആരംഭിച്ചത്. ഏകദേശം 3 വർഷവും 1 മാസം ആയിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം ഈ യെഹെസ്കേലിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങളിലൂടെ, വാക്യങ്ങളിലൂടെ നമുക്കൊരു യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. സൂം പ്ലാറ്റ്ഫോമിൽ സ്ഥിരമായി ഒരാഴ്ച പോലും മുടങ്ങാതെ അറ്റൻഡ് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ ഒരു ക്ലാസ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരാഴ്ച പോസ്റ്റ് ചെയ്യാൻ താമസിച്ചു പോയാൽ വിളിച്ച് ചോദിക്കുന്ന ആളുകൾ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആരെയും എനിക്കറിയത്തില്ല, അവർക്ക് എന്നെയും പേഴ്സണൽ അറിയത്തില്ല, ഇതിലൂടെ കണ്ട് പഠിക്കുന്നവരാണ്. ഏതായാലും ശരി, ഒരുമിച്ചുള്ള യാത്രയിൽ അനേക കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാകുവാനും ഒക്കെ ദൈവത്തെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ ആരംഭത്തിൽ ദൈവകൃപയിൽ ആരംഭിക്കുവാൻ ദൈവം ഒരു നിയോഗം തന്നു. അങ്ങനെയാണ് ഞാൻ ആരംഭിച്ചത്. ആരംഭത്തിലൊക്കെ ഒരല്പം പ്രശ്നങ്ങളിലൂടെ ഇതെങ്ങനെ തീർക്കുമെന്നൊക്കെ ചിന്തിച്ച നിമിഷങ്ങളൊക്കെ ഉണ്ട്. കാരണം 48 അധ്യായങ്ങളുണ്ട്. എന്നാൽ ചില ആളുകൾ എന്നോട് ഇത് നീണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, വേഴ്സായി വേണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. എന്നാൽ എൻ്റെ ഒരു നിർബന്ധമാണ് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ ക്ലിയറായി സ്പഷ്ടമായി പഠിപ്പിക്കണമെന്നുള്ളത്. അത് ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരു വാക്യം വിടല്ലേ, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ട് എങ്കിൽ അത് ജനത്തെ പറഞ്ഞു കൊടുക്കണം. വെറും ഔട്ട്ലൈൻ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആളുകൾ നന്നായി മനസ്സിലാക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അല്പം സവിസ്തരമായി പലപ്പോഴും ക്ലാസ് എടുത്തിട്ടുള്ളത്. അത് അനേകർക്ക് പ്രയോജനമായി തീർന്നിട്ടുണ്ട് എന്ന് എനിക്ക് യൂട്യൂബിലും മറ്റും ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരാൽ എനിക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു ദൈവദാസൻ എന്നെ കണ്ടിട്ട് ഓടി വന്ന് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങളുടെ ക്ലാസ് ഒരിക്കലും നിർത്തല്ലേ, അത് കണ്ടിന്യൂ ചെയ്യണം, അത് വളരെ വിലപ്പെട്ടതാണെന്ന് ഒരിക്കൽ പറയുണ്ടായി. അങ്ങനെ ഒരാളല്ല, പല ആളുകൾ പറഞ്ഞു. അദ്ദേഹം എന്നെ ഒരു മീറ്റിങ്ങിൽ വെച്ച് കണ്ടപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് ഉടൻ തന്നെ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആ യൂട്യൂബ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൂടെ, അതുകൊണ്ട് നിർത്തരുതേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ആളുകൾ യെഹെസ്കേൽ പ്രവചനം യൂട്യൂബിൽ മൊത്തം കണ്ടിട്ട് പഠിക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ദൈവം ഇത്രത്തോളം നടത്തി. ഞാൻ ഇതിനൊന്നും വലിയ യോഗ്യനുള്ളനോ വലിയ പണ്ഡിതനോ ഒന്നുമല്ല. ഞാൻ സാധാരണക്കാരൻ. പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എൻ്റെ ജ്ഞാനമോ എൻ്റെ പാണ്ഡിത്യമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ എന്നെ യോഗ്യനാക്കി തീർത്തു എന്ന് മാത്രമേ എനിക്കിതിന് പിൻപിൽ പറയാനുള്ളൂ. ഞാൻ ദൈവം അനുവദിച്ചാൽ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഒരു അല്പനിമിഷം ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ക്ലാസ് ഞാൻ ആരംഭിക്കട്ടെ. നമ്മൾ 48-ാം അധ്യായത്തിലാണ് പ്രവേശിച്ചത്. 48-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ
ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത നാട് വിഭജിച്ചു കൊടുക്കുന്നതായിട്ടാണ് ആരംഭിക്കുന്നത്. ഇത് സംഭവിക്കാൻ പോകുന്നേയുള്ളൂ, ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമ്മളെ ദൈവജനം പഠിച്ചു വരുമ്പോൾ ഇത് 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ആലയം, പട്ടണം എന്നൊക്കെ നമുക്ക് വേണേൽ പറയാൻ. എസ്കേൽ ആദ്യം അതിനെ ദൂരത്ത് കാണുമ്പോൾ ഒരു വലിയ പട്ടണം പോലെയാണ് തോന്നിച്ചത്. അതുകൊണ്ടൊരു പട്ടണമായിരിക്കാം ഇത്. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ദാൻ ഗോത്രം, 7 ഗോത്രങ്ങൾക്ക് ആലയത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഓഹരി കൊടുത്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 7 ഗോത്രങ്ങൾക്ക് അവർക്കെല്ലാം തുല്യമായിട്ടാണ് വിഹിതം കൊടുത്തിരിക്കുന്നത്. ആർക്കും ഏറ്റക്കുറച്ചിലില്ല. അതിലെടുത്ത് കണ്ടുവാൻ സാധിക്കുന്ന ദാൻ ഗോത്രമാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 144,000 എന്നൊരു സംഖ്യ നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഓരോ ഗോത്രത്തിന് പേര് പറഞ്ഞിട്ടൊരു സംഖ്യ പറയുന്നുണ്ട്. അതിനകത്ത് ദാൻ ഗോത്രമില്ല. അതെന്താണ് ഇല്ലാത്തതിനെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, ഇസ്രായേലിൽ വിഗ്രഹാരാധന ആദ്യം ആരംഭിച്ചത് ദാൻ ഗോത്രത്തിലാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർക്ക് വെളിപ്പാട് പുസ്തകത്തിൽ ലിസ്റ്റിനകത്ത് അവർ പേരില്ലാതെ പോയത് എന്ന അഭിപ്രായപ്പെടുന്നു. എന്തായാലും ശരി, 1000 ആണ്ട് വാഴ്ചയിൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവനോട് ദൈവത്തിൻ്റെ കൃപയാൽ തോന്നിയിട്ട് അവനും ഒരു ഓഹരി അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കിത് പ്രവാചക പുസ്തകങ്ങളിൽ ചെറു പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എവിടെ പറയുന്നുണ്ട്, നിനക്ക് ഒരു ഓഹരി ഉണ്ട് എന്ന് പറയുന്ന പോലെ ദൈവം ദാൻ ഗോത്രത്തിനും ഒരു ഓഹരി ഇവിടെ കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതി വെച്ച് നോക്കുമ്പോൾ ദാൻ ഗോത്രത്തിന് ഒരു കാരണവശാലും അവകാശം കൊടുക്കാൻ പാടില്ല. ആ നീതിമാനായ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് കരുണ അഥവാ ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ആ കൃപ നിമിത്തമാണ് വാസ്തവത്തിൽ ദാന ഗോത്രത്തിന് ആ ഇടം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വേദോത്സവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമെന്ന്. ദൈവത്തിന് അവനോട് തോന്നിയ വലിയ കരുണയാൽ അവൻ ചെയ്ത തെറ്റുകളെ എല്ലാം മറന്ന് വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ദാൻ ഗോത്രത്തിനും ദൈവം ഒരവകാശം, ഒരു ഓഹരി മറ്റ് ഗോത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കൊടുത്തിരിക്കുകയാണ്. നമുക്കിതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ദൈവം പലപ്പോഴും നമ്മുടെ ജീവിത തെറ്റുകൾ, കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ ശിക്ഷിക്കാം. ദൈവ നീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെടണം. അതിലൊക്കെ അപ്പുറത്തായി നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുണ, അത് തീർന്നു പോയിട്ടില്ല, അത് അടച്ചിട്ടില്ല. ആ വാതിൽ നമുക്കൊരു തുറന്നു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പിന്നെയും നമ്മളെ വീണ്ടും നിലനിർത്തി നമുക്ക് ആവശ്യമായിരിക്കുന്ന ഓഹരികൾ തന്ന് നമ്മെ നടത്തുന്നതാണ്. അല്ല, മറ്റൊന്നുമല്ല, നമ്മുടേതായിരിക്കുന്നതായ ഒരു പ്രവൃത്തികളുമല്ല. ദൈവത്തിൻ്റെ ആ വലിയ കരുണയാൽ നമുക്ക് കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ, യേശുവിൻ്റെ മക്കളായിത്തീരുവാൻ, അതിലെ അംഗങ്ങളായിത്തീരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. നമ്മുടെ പിതാക്കന്മാരുടെയും പ്രവൃത്തിയും അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരും ഇതുവരെ എത്തുവാൻ യോഗ്യതയുള്ളവരല്ല. ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ നമ്മുടെ ലംഘനങ്ങളെ മായ്ച്ചു കളഞ്ഞതുകൊണ്ട് നമുക്ക് കൃപാസനത്തിനടുത്ത് വരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അടുത്തത് യഹൂദന്മാർക്ക് വേണ്ടി ആ വരാൻ പോകുന്ന ആ വാഴ്ചയിൽ
സ്ഥലത്തെ വേർതിരിക്കുന്നതായിട്ട് കാണുന്നത്. വടക്കുനിന്ന് ആരംഭിക്കുന്ന ആ ഭാഗം 7 ഗോത്രങ്ങൾക്ക്, അതിന് നടുവിലൊരു സ്ഥലമുണ്ട്. അത് ഇങ്ങനെ പറയുന്നത്, അത് യഹോവയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന പ്രദേശമാണ്. അതിൻ്റെ മധ്യത്തിലാണ് യഹോവയുടെ വിശുദ്ധ മന്ദിരം ഇരിക്കുന്നത്. അതിനെ വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം, ജനത്തോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവം. നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആദമവന്മാരെ ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം അവരുടെ അരികിൽ ചെല്ലുകയും അവരെ വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് പഠിപ്പിക്കുന്നത്. അവർ തെറ്റിപ്പോയപ്പോൾ ദൈവം ആ തലമുറയിൽ തന്നെ ഹാനോക്കിനെ കണ്ടെത്തി. ഹാനോക്കിനൊപ്പം ചില നാളുകൾ നടന്നു, വസിച്ചു. ഹാനോക്കിന്റെ കാലഘട്ട ശേഷം ദൈവം നോഹയെ കണ്ടെത്തി, നോഹയുടെ കൂടെ കുറച്ച് നാൾ ജീവിച്ചു. നോഹയുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ തിരഞ്ഞെടുത്തു. പിന്നീട് ദൈവത്തിൻ്റെ സഹവാസം മുഴുവൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവൻ്റെ മക്കളോടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ തെറ്റിപ്പോയി ദൈവത്തിൽ അകന്നു പോയപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഒരു ജാതികൾക്ക് വേണ്ടിയുള്ളൊരു വാതിൽ തുറന്നു വെച്ചു. അതിലൂടെ ഒരു കൂട്ടം ജനത്തെ ദൈവം തനിക്കായി വേർതിരിച്ചു. അവരെ വിളിക്കുന്ന പേരാണ് ദൈവമക്കൾ, ദൈവജനം എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ അവര് സഭ എന്നറിയപ്പെടുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മണവാട്ടികളാക്കി മാറ്റി. അപ്പോൾ ആ ഒരു കാരണം ദൈവത്തിന് തൻ്റെ ജനത്തിനിടയിൽ വസിക്കണം. ആ ദൈവം 1000 ആണ്ട് വാഴ്ച വരുമ്പോൾ തൻ്റെ ജനത്തിനിടയിൽ വസിക്കുവാൻ വേണ്ടി ഒത്ത നടുവിൽ തന്നെ ഒരു ആലയത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ പുരോഹിതന്മാർക്ക് ഇടം തീരുമാനിച്ചു. അതിനോട് ചേർന്ന് ലേവ്യർക്കുള്ള ഇടം ക്രമീകരിച്ചു. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഗോത്രത്തിനും സ്ഥലം വീതിച്ച ശേഷം ഒരു പൊതുവായ സ്ഥലം കൃഷികൾക്കും മറ്റുമായി ഉപയോഗിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം രാജകുമാരൻ്റേതാണ്. നമ്മൾ അതുകൊണ്ട് അതിന് 23 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാരംഭിക്കാം. കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ബെന്യാമീന് ഓഹരി 1. ബെന്യാമിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ശിമെയോൻ ഓഹരി 1. ശിമെയോന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഇസഖാറിന് ഓഹരി 1. ഇസഖാറിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ സെബൂലിന് ഓഹരി 1. സെബൂലിന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഗാദിന് ഓഹരി 1. ഗാദിന്റെ അതിരിങ്കൽ തെക്കോട്ട് തെക്കേ ഭാഗത്ത് അതിർ താമാർ മുതൽ മെരീബത്ത് കാദേശ് വെള്ളം വരെയും മിസ്രൈം തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം. മതിയോ പാസ്റ്റർ? 29 വരെ. നിങ്ങൾ ചീട്ടിട്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കേണ്ടുന്ന ദേശം ഇത് തന്നെ, അവരുടെ ഓഹരികൾ ഇവ തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓക്കെ, ഇവിടെ അടുത്തത് ഓരോ ഗോത്രത്തിലുള്ള ഓരോ ഓഹരികൾ പറഞ്ഞിട്ട് വടക്കേ സൈഡ് മുഴുവൻ 7 ഗോത്രങ്ങൾക്ക് വേണ്ടി മാറ്റി. ഇനി വിശുദ്ധ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്ത് മീതിയുള്ള 5 ഗോത്രങ്ങളുടെ ഓഹരികളാണ്. അത് മെഡിറ്ററേനിയൻ കടൽ മുതൽ
യോർദാൻ വരെയാണ്. നമ്മൾ പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥം, അതായത് യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ അവർ പ്രവേശിക്കുമ്പോൾ 2 ഗോത്രങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ യോർദാൻ്റെ ഇക്കരെ കരയിൽ താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരാണ് അങ്ങോട്ട് പോയത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭാഗത്ത് ഞങ്ങൾ താമസിച്ചു കൊള്ളാം. റൂബേനും ഗാദും മനശ്ശയുടെ പാതി ഗോത്രവും പറഞ്ഞു, ഞങ്ങൾ യോർദാൻ ഇക്കരെ താമസിച്ചോളാം, ഇനി അങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യുവാൻ ഉള്ള ത്രാണിയില്ല എന്ന് പറഞ്ഞ് അവിടെ താമസിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഗോത്രത്തിനും യോർദാൻ ഇക്കരെ കരയിൽ ഓഹരിയില്ല, എല്ലാം അക്കരെ കരയിലാണ്. ഇനി ഇതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതിനകത്ത് ഈ 5 ഗോത്രങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് യൂദായും ബെന്യാമീനും വിശുദ്ധ പ്രദേശത്തിൻ്റെ അടുത്തായിട്ടുള്ള 2 ഗോത്രങ്ങളായിട്ട് പറയുന്നു. അവര് ഒരുപക്ഷെ യൂദായും ബെന്യാമീനും ആലയത്തോട് വളരെ ദൈവത്തിൽ കൂടുതൽ വിശ്വസ്തരായിരുന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം അവർക്ക് ആലയത്തിനടുത്തുള്ള സ്ഥലം കൊടുത്തേക്കുന്നത്. ഈ യാക്കോബിൻ്റെ തൻ്റെ ഭാര്യമാരുടെ ദാസിമാരിലൂടെ ജനിച്ച മക്കളുണ്ട്. അവരാണ് ദാൻ, നഫ്താലി, ഗാദ്, ആശീർ. ഈ 4 മക്കൾ 2 ദാസിമാരിലൂടെ ജനിച്ച കുഞ്ഞുങ്ങളാണ്. അവർക്കുള്ള ഓഹരി നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആലയത്തിൻ്റെ അടുത്തല്ല. ഇതിൽ 2 ഗോത്രം, ആദ്യത്തെ ദാനും നഫ്താലിയും റാഹേലിൻ്റെ വെപ്പാട്ടിയാകുന്ന ബിൽഹയിലുണ്ടായ മക്കൾ. ഗാദും ആശേറും ലേയയുടെ വെപ്പാട്ടിയാകുന്ന സിൽഫയിലുണ്ടായ 2 മക്കൾ. ഈ 2-4 ഗോത്രങ്ങൾക്കും ആലയത്തിൻ്റെ അടുത്ത് ഓഹരിയില്ല, ആലയത്തിൽ ദൂരെയാണ് ഓഹരി കൊടുത്തേക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഒരുപക്ഷെ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അവർക്ക് ഓഹരി ഈ 2 മക്കൾക്കും 4 മക്കൾക്കും ആലയത്തിൽ ദൂരെയാണ് ഓഹരി കൊടുത്തേക്കുന്നത്. ഇനി ഇവിടെ എടുത്തു പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ശിമിയോനും ലേവിയെ കുറിച്ച് പറയുന്നുണ്ട്. യാക്കോബിന്റെ പുസ്തകം, യാക്കോബ് വാസ്തവത്തിൽ ശിമിയോൻ ലേവിയെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന് 5 മാർക്കും ബാക്കിയത് വായിച്ചു. ഉൽപ്പത്തി 49-ന് 5 മാറും. 49. ശിമെയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അവിടെ വായിക്കുന്നത് അവരുടെ ആയുധങ്ങൾ സാഹസത്തിന്റെ ആയുധങ്ങളാണെന്ന് പറഞ്ഞ് ഒരു വിധത്തിലൊന്ന് ശപിക്കുന്നത് പോലെയാണ് പറയുന്നത്. എന്നാൽ അവരെ ഓഹരി മോശയുടെ കാലത്ത് കൊടുക്കുമ്പോൾ ശിമിയോന് കിട്ടി, ലേവിക്ക് ഓഹരി ഇല്ലായിരുന്നു. എന്നാൽ ഭാവിയിൽ വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ശിമിയോന് ഗോത്രത്തിന് ഓഹരി ലഭിക്കും, ലേവി ഗോത്രത്തിനും സ്ഥലം വേർതിരിച്ചിട്ട് പുരോഹിതന്മാർ കഴിഞ്ഞാൽ അടുത്ത ഓഹരി ലേവി ഗോത്രത്തിനാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ ഗോത്രങ്ങൾക്കും അതതിൻ്റെ സ്ഥലം വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നടുവിലാണ് ആലയം വരാൻ പോകുന്നത്. അപ്പോൾ മശികയായ യേശു തിരിച്ചു വരുമ്പോൾ ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, യോർദാൻ ഇങ്ങേക്കരയിൽ ആർക്കും ഓഹരിയില്ല, എല്ലാവർക്കും അക്കരക്കരയാണ്. അത് പണ്ഡിതന്മാർ ചോദിക്കുന്നു, അക്കരക്കര വീതിച്ചു കൊടുക്കത്തക്ക നിലയിൽ
ഇത്രയും സ്ഥലങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരുപക്ഷെ എന്താണെന്ന് അറിയത്തില്ല. വേദപുസ്തകം പറയുന്ന പോലെ എല്ലാ താഴ്വരയും നിരപ്പാകും, എല്ലാ കുന്നും താഴുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ ക്രമീകരണം നടക്കുമോ എന്താണൊന്നും അറിയില്ല. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി മറ്റൊന്നാണ്. അപ്പോൾ അവൻ ലോകത്തെ ഭരിക്കും, അവൻ്റെ എല്ലാ ന്യായവിധികളും നീതിയുക്തമായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ഗോത്രത്തെ പോലും ഒഴിവാക്കിയിട്ടില്ല. മോശയുടെ കാലഘട്ടത്തിൽ ലേവി ഗോത്രത്തിന് ഓഹരി കൊടുത്തില്ല. അവരെൻ്റെ ഓഹരി ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ വരുമ്പോൾ ലേവി ഗോത്രത്തിനും ഓഹരി കൊടുത്തു. ഒരു ഗോത്രത്തെയും മാറ്റി നിർത്തിയില്ല. എന്നാൽ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 11-ാമത്തെ വാക്യം, എന്റെ കാര്യവിചാരണ നടത്തുകയും ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലേവ്യർ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിന്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. സാധാരണ ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത്. ഇവർ ലേവി ഗോത്രക്കാരാ. പക്ഷെ ഈ സാദോക്കിന്റെ പുത്രന്മാരെയാണ് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിക്കാൻ വേണ്ടി പോകുന്നത്. സാദോക്കിന്റെ പുത്രന്മാരെന്ന പദപ്രയോഗം എഗസ്കേൽ പ്രവചനത്തിന് മുൻപുള്ള ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ പദപ്രയോഗം പറഞ്ഞിട്ടുണ്ട്. സാദോക്ക് ആരാണ്? ദാവീദിന്റെ കാലഘട്ടത്തിലും ശലോമോന്റെ കാലഘട്ടത്തിലും നന്നായി സേവനം ചെയ്ത ഒരു പുരോഹിതനാണ് സാദോക്ക്. അബ്ശാലോമിന്റെ കാലഘട്ടത്തിൽ ദാവീദിനെതിരെ കലാപമുണ്ടായപ്പോഴും ദാവീദിനോട് ചേർന്ന് വിശ്വസ്തനായി പ്രവർത്തിച്ചവരാണ് സാദോക്ക് എന്ന് പറയുന്നത്. അതറിയണമെങ്കിൽ 2 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ദാവീദ് മരിക്കാറായപ്പോഴും ശലോമോനെ നിയമാനുസൃതമായി തന്നെ ആ സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി നന്നായി നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സാദോക്ക്. ശലോമോൻ രാജാവായ ശേഷം സാദോക്കിനെ മുഖ്യ പുരോഹിതനായി നിയമിക്കപ്പെടുന്നു. അങ്ങനെയാണ് സാദോക്കിന്റെ വംശം ശലോമോൻ പണിത ആലയത്തിൻ്റെ അകത്തെ പുരോഹിത ഗ്രൂപ്പിൽപ്പെട്ടവരായി തീർന്നു. ലേവ്യ ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും പുരോഹിതന്മാരല്ല. എന്നാൽ ലേവി ഗോത്രം മുഴുവൻ ആലയത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട സഹായം ചെയ്യുന്നവരാണ്. അതിലൊരു ഗ്രൂപ്പ്, ചില ഗ്രൂപ്പുകൾ മാത്രമേ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിട്ടുള്ളൂ. ഇവിടെ നോക്കണം, കാലങ്ങൾ എത്ര കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, കാലങ്ങൾ എത്ര കഴിഞ്ഞു. BC നടന്ന സംഭവമാണ്. ഇനി വരാൻ പോകുന്ന മില്ലേനിയത്തിൽ യഹോവയായി പണിയപ്പെടുവാൻ പോകുന്ന ആലയത്തിൻ്റെ അകത്ത് പുരോഹിത ശുശ്രൂഷ പോകുവാൻ വേണ്ടി ദൈവം വേർതിരിച്ചിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാദോക്കിന്റെ പുത്രന്മാരാണ്. അതിന് കാരണം പറയുന്നുണ്ട്. ഇസ്രായേൽ ജനം മുഴുവനും തെറ്റി പാപം ചെയ്തു പോയപ്പോൾ, ദൈവത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്യേണ്ട ലേവ്യർ മുഴുവനും തെറ്റിപ്പോയപ്പോൾ, സാദോക്ക് മാത്രം വിശ്വസ്തയോട് ദൈവത്തിൻ്റെ വേല ചെയ്തു. വിശ്വസ്തയോടും വിശുദ്ധിയോടും ദൈവത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് കാലങ്ങൾ എത്ര മാറിയാലും, തലമുറകൾ മാറിയാലും, യുഗങ്ങൾ മാറിപ്പോയാലും തമ്പുരാൻ എഴുതി വച്ചിട്ടുണ്ട് ആ നീതി നിവർത്തിക്കുവാൻ വേണ്ടി. ഏതോ ഒരു യുഗത്തിൽ നടന്നൊരു സംഭവം, മാനുഷിക യുഗം എന്നൊക്കെ പറയാം. ആ യുഗത്തിൽ നടന്ന സംഭവത്തിന് യഹോവയായ ദൈവം കുറിച്ചിട്ടിരിക്കുന്നു.
അതുകൊണ്ട് വരാൻ പോകുന്ന ആലയത്തിൻ്റെ അകത്തും സാദോക്കിൻ്റെ മക്കൾക്കൊരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവർ ആലയത്തിനടുത്ത് വസിക്കേണ്ടവരാണ്. അവിടെ വായിക്കുന്നുണ്ട്, ജനം മുഴുവൻ എന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ എൻ്റെ പ്രാകാരത്തിൽ വന്ന് നിന്നവർ, എൻ്റെ വിശുദ്ധ സ്ഥലത്ത് വന്ന് നിന്നവർ എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആരെല്ലാം തെറ്റിപ്പോയാലും ആരെല്ലാം മാറിപ്പോയാലും നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന നിലയിൽ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശുദ്ധിയോടുകൂടെ നമ്മൾ നിന്നാൽ അതിന് ദൈവത്തിൻ്റെ നീതി നമ്മളിലും നമ്മുടെ വരും തലമുറകളിലും അത് നിവർത്തിച്ചെടുക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നോക്കട്ടെ, മനുഷ്യനാകെ മറന്നുപോകും. ഇത് വരാൻ പോകുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ലോകത്തിലേക്ക് നോക്കി പലരെ നോക്കിയാൽ, അവരെ നോക്കി നമ്മൾ അനുഗമിക്കുവാൻ തുടങ്ങിയാൽ നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ട് അവരെ നോക്കണ്ട, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവുന്ന ഫലം നമുക്ക് അയക്കാം. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോട് നമുക്ക് ഓട്ടമോടാം. അങ്ങനെ യാത്ര ചെയ്താൽ വചനത്തിൽ ഇങ്ങനെ വന്നു, എൻ്റെ നാമനിമിത്തം നഷ്ടപ്പെടുത്തിയാൽ ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും ഓഹരി ലഭിക്കുമെന്ന് പറയുന്ന പോലെ, ഈ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിൽ, നിന്ദ സഹിച്ചിട്ടുണ്ടെങ്കിൽ, ആക്ഷേപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ചേർത്ത് തരുന്നൊരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കായാലും വിശ്വസ്തയോട് നമുക്ക് ദൈവത്തെ സേവിക്കാം. അതിനായി ദൈവം നമ്മെ ഒരുക്കിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. നമുക്ക് 30 മുതൽ 34 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നഗരത്തിന്റെ പരിമാണമാവിത്. വടക്കു ഭാഗത്തെ അളവ് 4500 മുഴം. നഗരത്തിന്റെ ഗോപുരങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾക്കൊത്തവണ്ണമായിരിക്കണം. വടക്കോട്ട് 3 ഗോപുരം, റൂബേന്റെ ഗോപുരം 1, യഹൂദയുടെ ഗോപുരം 1, ലേവിയുടെ ഗോപുരം 1. കിഴക്ക് ഭാഗത്ത് 4500 മുഴം, ഗോപുരം 3. യോസെഫിന്റെ ഗോപുരം 1, ബെന്യാമിന്റെ ഗോപുരം 1, ദാന്റെ ഗോപുരം 1. തെക്കു ഭാഗത്തെ അളവ് 4500 മുഴം, ഗോപുരം 3. ഷെമയോന്റെ ഗോപുരം 1, ഇസഖാറിന്റെ ഗോപുരം 1, സെബൂലിന്റെ ഗോപുരം 1. പടിഞ്ഞാറേ ഭാഗത്ത് 4500 മുഴം, ഗോപുരം 3. ഗാദിന്റെ ഗോപുരം 1, അശേറിന്റെ ഗോപുരം 1, നഫ്താലിയുടെ ഗോപുരം 1. അതിന്റെ ചുറ്റളവ് 18,000 മുഴം. അന്നു മുതൽ നഗരത്തിന് യഹോവ ഷമ്മ, യഹോവ അവിടെ എന്ന് പേരാകും. ഓക്കെ, നഗരത്തിന്റെ കവാടത്തെ കുറിച്ച് പറയുന്നു. വരാനിരിക്കുന്ന മശീഹയുടെ രാജ്യത്തിൽ യെരൂശലേം നഗരത്തിന് ഓരോ ഗോത്രത്തെയും പ്രതിനിധീകരിച്ച് ഓരോ ടവറുകൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അതിന് 4 ഭാഗത്തും 3 ഗോത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സമാഗമന കൂടാരം പഠിച്ചു വരുമ്പോൾ ഇതുപോലെയാണ് 4 ഭാഗത്തും 4 കൊടി നാട്ടിയിരുന്നു. ആ കൊടിക്കീഴിൽ 3 ഗോത്രങ്ങൾ അണിനിരന്നിരുന്നു. ഒന്ന് കഴുകന്റെ മുഖം, സിംഹത്തിന്റെ മുഖം, കാളയുടെ മുഖം, മനുഷ്യമുഖം എന്നിങ്ങനെ 4 മുഖങ്ങളോട് കൂടി കൊടികൾ. ഓരോ കൊടിക്കീഴിലും 3 ഗോത്രങ്ങൾ അണിനിരുന്നത്. അതുപോലെയാണ് ഇവിടെ ആ കൊടിയെക്കുറിച്ച് പറയുന്നത്. 3 ഗോപുരങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പം വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, കിഴക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരങ്ങൾ. ജോസഫിനെ 2 മക്കളെ 2ആയി വിധിച്ചെങ്കിലും ജോസഫിനെ ഒറ്റ ഗോത്രമായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ എടുത്ത് ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, യഹോവ ഷമ്മ, യഹോവ അവിടെ ഉണ്ട്. യെഹെസ്കേൽ പ്രവചനം ആരംഭിക്കുമ്പോൾ ഒരു പ്രവാസ കാലഘട്ടത്തോടുകൂടി ആരംഭിക്കുമ്പോൾ
അത് മുന്നോട്ട് വരും തോറും കുറെ കൂടെ വർഷത്തിലേക്ക് മുൻപോട്ട് പോകുന്ന ചരിത്രങ്ങൾ പറയുമ്പോൾ ദൈവമഹത്വം ആലയം വിട്ടു പോയതും ഒക്കെ പറഞ്ഞു പറഞ്ഞ് അവസാനം ദൈവമഹത്വം മടങ്ങി വരുന്നു. അവർക്ക് വേണ്ടി സ്ഥലം ക്രമീകരിക്കുന്നു. ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തെ അതിമനോഹരമാകുന്ന ആലയവും അതിന് ചുറ്റുപാടുകളുടെയും വലിയൊരു സ്കെച്ചാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ആ നഗരത്തിനൊരു പേരുണ്ട്, യഹോവ ശമ്മ, യഹോവ അവിടെ ഉണ്ട്. ആ ദിവസം യെരൂശലേമിൻ്റെ പ്രത്യക്ഷമാകുന്ന സ്വഭാവവും ആശയവും ദൈവം ഉണ്ടായിരിക്കുമെന്നതാണ്. എന്ന് പറയാൻ ദൈവം വിശുദ്ധ മന്ദിരമുണ്ടാക്കി 4 ഭാഗത്തും 3 ഗോത്രങ്ങൾക്കുള്ള ക്രമീകരണം ഗോപുരങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ നഗരത്തിന് വരാൻ പോകുന്ന പേരെന്ന് പറയും യെരൂശലേം എന്നല്ല, വരാൻ പോകുന്ന പേര് യഹോവ അവിടെയുണ്ട്, യഹോവ ശമ്മ എന്നാണ്. അതുകൊണ്ട് ആലയത്തിൽ മാത്രമല്ല, അതിൻ്റെ അർത്ഥം ദൈവത്തിന് ആ സ്ഥലവുമായി വലിയൊരു ബന്ധമുണ്ടെന്നർത്ഥം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവർക്ക് സ്ഥലം കൊടുത്തു, വീതം കൊടുത്തു. എന്നാൽ ദൈവം അവിടെ ഉണ്ടായിരുന്നതായോ അല്ലെങ്കിൽ ഈ നിലയിലുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ വരുമ്പോൾ എടുത്തു പറയുന്നു യഹോവ ഉണ്ട് എന്ന അർത്ഥം വരുന്ന യഹോവ ശമ്മ എന്ന് പേരിടുന്നു. എന്ന് പറഞ്ഞാൽ ആ സ്ഥലവുമായിട്ട് യഹോവയ ദൈവത്തിന് വേണ്ടി ബന്ധമുണ്ട് എന്നർത്ഥമാണ്. അതിനകത്ത് ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നശിക്കാറായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരനുഭവത്തിൽ നിന്ന് ഇനിയും ഒരു വിധത്തിലും എഴുന്നേൽക്കത്തില്ല എന്ന് പറയുന്ന ഒരനുഭവത്തിൽ നിന്ന് ദൈവസാന്നിധ്യം പോലും നഷ്ടപ്പെട്ടു പോയ നടുവിൽ വീണ്ടും ദൈവസാന്നിധ്യം വന്ന് എല്ലാം പുതുക്കി റെഡിയാക്കി വീണ്ടും തൻ്റെ ജനത്തെ പണിതുയർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തകർന്നു പോയി ഇനിയും ഉയർക്കില്ല എന്ന് പറഞ്ഞ് നശിപ്പിക്കുന്ന ഒരു ദൈവത്തെയല്ല കാണുന്നത്. ഇവരെ പ്രവാസത്തിൽ വിട്ട് ശുദ്ധീകരിക്കേണ്ടതുപോലെ ശുദ്ധീകരിച്ചെടുത്ത് തൻ്റെ തിരുഹിത പ്രകാരം ഒന്ന് ക്രമീകരിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു പുനർപ്രതിഷ്ഠ, ഒരു പുനരുത്ഥാനം നൽകുന്ന ഒരു ദൈവത്തെയാണ് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ദൈവം ആ സ്ഥലത്തിന് പേരുമിട്ടു യഹോവ അവിടെ ഉണ്ട് എന്നർത്ഥം വരുന്നത് യഹോവ ശമ്മ എന്നാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് പഠിക്കാൻ ഭാഗമുണ്ട്. വേദോസം ഇങ്ങനെ പറഞ്ഞു, ചതഞ്ഞ ഓട ഒടിക്കയില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയില്ല. ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവത്തിലേക്ക് നീങ്ങിയാലും പുകയുന്ന അനുഭവത്തിലേക്ക് നീങ്ങിയാലും ലോക മനുഷ്യരും ഈ ലോകത്തിൽ കാണുന്നവരെല്ലാം വലിച്ചെറിയുകയും ഇനി ഒരു നാളും അതിനകത്തൊരു നന്മ ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ, ഇനി ഈ നസ്രയത്തിൽ നിന്നും ഒരു നന്മയ്ക്കും ഒരു വഴിയുമില്ല എന്ന് പറയുമ്പോഴും ഒരു യാഥാർത്ഥ്യ വചനത്തെ വിളിച്ചു പറയുന്നു, അതിൻ്റെ അകത്തുനിന്നും ദൈവം ഒന്നിനെ ക്രിയേറ്റ് ചെയ്തെടുത്തോണ്ട് വന്നിട്ട് ദൈവം തന്നെ സ്ഥാപനം സ്ഥാപിച്ച് അതിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടതിനെ തന്നെ ഒരുക്കിക്കൊണ്ട് നടത്തുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഈ യഗസ്കേൽ പഠന ക്ലാസിൻ്റെ അവസാന നിമിഷം ഇതിൽ നിന്നൊരു ദൂത് പറഞ്ഞ് വയ്ക്കട്ടെ. എന്നെ കേൾക്കുന്ന സൂം പ്ലാറ്റ്ഫോമിലായുള്ള യൂട്യൂബിലായാലും കേൾക്കുന്നവർക്കൊള്ളാം, ജീവിത തകർച്ചയുടെ വക്കിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ തകർന്ന വ്യക്തിയായിരിക്കാം, ഇനി ഒരു കാലത്ത് മുൻപോട്ട് പോകത്തില്ല എന്ന് ലോകം വിധി എഴുതുന്ന നിമിഷമായിരിക്കാം. ഇന്ന് രാത്രി വചനത്തിനടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, നാം കണ്ടുമുട്ടുന്ന ദൈവം, ഞാൻ ഈ വചനത്തിൽ വിളിച്ചു പറയുന്ന കർത്താവ് നശിപ്പിക്കുന്നവനല്ല, തകർക്കുന്നവനല്ല, തകർന്നതിനെ പണിതെടുക്കുന്നൊരു ദൈവമാണ്. നീ തകർന്ന വ്യക്തിയാണെങ്കിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ തകർച്ചയിൽ നിന്നും നിന്നെ പുനരുദ്ധരിക്കുന്നൊരു ദൈവം.
നിന്റെ നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്നും നിന്നെ പണിതുയർത്തുന്ന ഒരു ദൈവം, നാശകരമാകുന്ന കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റുവാൻ കഴിയുന്നൊരു ദൈവം, നിന്റെ ഏത് തെറ്റായ വശമായാലും, ഏതു നിലയിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതായ വശമായിരുന്നാലും നിന്നെ പണിത് എടുത്ത് നിന്നെ ആക്കേണ്ട സ്ഥാനത്ത് വീണ്ടും കൊണ്ടാക്കാൻ കഴിയുന്നൊരു ദൈവം. ഇസ്രായേൽ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ തകർന്നു പോയവരാണ്. എന്നാൽ അതിൽ നിന്നും ദൈവം അവരെ ഉത്തരിച്ച് വെളിയിൽ ഒരുക്കിക്കൊണ്ടുവന്നതുപോലെ നമ്മെ ഒരുക്കിക്കൊണ്ടുവരാൻ ശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളോട് നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ വചനം പഠിച്ച സഹകരിച്ച എല്ലാ പ്രവർത്തി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.